ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 3 തരം സീലിംഗ് ഫാനിനെ കുറിച്ച് പറയാനാണ്. BLDC ഉണ്ട്, നോർമൽ ഫാനുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന, അതായത് ആദ്യകാലത്തെ ഫാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 70 വാട്ട്സ്, അതേപോലെ 80 വാട്ട്സ് ഒക്കെ കറണ്ട് എടുക്കുന്ന ഫാനുകളാണ്. അപ്പോൾ അത് നമ്മൾ BLDCയിലോട്ട് വന്നപ്പോൾ ഏകദേശം 30 വാട്ട്സ് ടു 35 വാട്ട്സിലൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഒരുവിധം ബ്രാൻഡുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കറണ്ട് ബില്ലിൽ നല്ലൊരു മാറ്റം തന്നെ അതിലുണ്ടാവും. അത് നമ്മളെ ചെറിയൊരു വിവരണത്തിൽ ഒന്ന് പറയാം. അപ്പൊ നമ്മളെ പഴയ ഇൻഡക്ഷൻ ഫാനുകൾ, അതായത് പഴയ നോർമൽ ഫാനുകൾ, നമുക്ക് ഏകദേശം അതിന്റെ ഒരു കറണ്ട് ചാർജ് നോക്കുകയാണെന്ന് വെച്ചാൽ 80 വാട്ട്സ് എടുക്കുന്ന ഒരു പഴയ ഫാന് ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് നമുക്ക് വെറും 12 മണിക്കൂർ മാത്രമാണ് ആ ഫാൻ വർക്ക് ചെയ്യിക്കാൻ പറ്റുക. അതായത് ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് 12 മണിക്കൂർ മാത്രമേ ഉള്ളൂ പഴയ ഫാനുകൾ വർക്ക് ചെയ്യുക. അതേ സ്ഥാനത്ത് നമ്മൾ BLDCയിലോട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് ഏകദേശം 30 മണിക്കൂർ നമുക്ക് ആ ഫാൻ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് പഴയ ഫാന് ഒരു യൂണിറ്റ് കൊണ്ട് വെറും 12 മണിക്കൂർ കിട്ടുന്നിടത്ത് ഈ BLDC ഫാന് ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് 30 മണിക്കൂർ ആ ഫാൻ വർക്ക് ചെയ്യിക്കാം. അപ്പൊ ഏകദേശം നമുക്ക് 3 ദിവസം വർക്ക് ചെയ്യിക്കാൻ ഒരു യൂണിറ്റ് കറണ്ട് ഒക്കെ നമുക്ക് ഏകദേശം വരും. നമ്മൾ ഒരു ആവറേജ് 10 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യിക്കുകയാണെന്ന് വെച്ചാൽ, അതേ സ്ഥാനത്ത് നമ്മളെ പഴയ ഫാനാണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് 12 മണിക്കൂറാണ് കിട്ടുക. അത് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു യൂണിറ്റ് വരും. അപ്പൊ അത്രത്തോളം കറണ്ട് ബില്ലിന്റെ വ്യത്യാസത്തിൽ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ BLDCന്റെ ഒരു വേറെ മെച്ചം കൂടി ഉണ്ട്. അതായത് നമ്മള് ഇപ്പോൾ സാധാരണ എല്ലാ ആളുകളൊന്നും ഇപ്പൊ ഒരു ഫാനിന്റെ ഫുള്ള് സ്പീഡിൽ ആരും ഇത് വർക്ക് ചെയ്യിക്കൽ കുറവാണ്. ഇല്ലാന്നല്ല, കൂടുതലും 4 സ്പീഡ് 3 സ്പീഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടാകുക. അപ്പൊ അങ്ങനത്തെ പിന്നെയും ഈ BLDC മെച്ചമായിട്ട് വരും. കാരണം എന്താ വെച്ചാല്, നമ്മളിപ്പോൾ പഴയൊരു ഫാൻ, അതായത് 80 വാട്ട്സിലെ പഴയൊരു ഫാൻ നമ്മൾ 5 സ്പീഡിലിട്ടാലും 4 സ്പീഡിലിട്ടാലും 3 സ്പീഡിലിട്ടാലും ഏകദേശം ഒരേ പവറാണ് അതിന് എടുക്കുക. അതായത് ഏകദേശം 70-80 വാട്ട്സ് തന്നെ എടുക്കും. അതേ സ്ഥാനത്ത് നമ്മൾ 35 വാട്ട്സിലെ ഒരു BLDC ആണ് നമ്മൾ 4 സ്പീഡിൽ 3 സ്പീഡിൽ ഇടുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയായാലും ഈ 35 വാട്ട്സ് പിന്നെ അത് 30 25 20 വാട്ട്സ് ഒക്കെ ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിലും നമുക്ക് കറണ്ട് ബില്ല് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ മൂന്ന് ഫാന് 4 ഫാനൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഫാനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും BLDCയിലോട്ട് വരികയാണെങ്കിൽ അത് നല്ലൊരു മെച്ചമായിട്ട്, നല്ല കറണ്ട് ബില്ല് നല്ലൊരു കുറവായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് BLDC ഫാൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യണത്. കാരണം നമ്മളെ പഴയ ഫാനുകൾ, അതായത് നോർമൽ ഫാനുകൾ, ഇപ്പോൾ നമുക്കൊരു 1200 രൂപയൊക്കെ തൊട്ടിട്ട് അത്യാവശ്യം ബ്രാൻഡിൽ തന്നെ ഒരു 2000 രൂപേൻ്റെ ഉള്ളിൽ, 1200 ടു 2000 രൂപേൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ അതിന് പ്രൈസ് വരിക നോർമൽ ഫാനുകൾക്ക്. അത് അപേക്ഷിച്ച് ഈ ഒരു BLDCയിലോട്ട് വരുമ്പോൾ ഏകദേശം 2800 ടു 4000 ചില 5000 ചില ഉറുപ്പ്യൊക്കെ മോഡലിനനുസരിച്ച് വിലകൾ വരുന്നുണ്ട്. അപ്പൊ അത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മളിത് ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും വാറണ്ടി ഉള്ള സാധനം, നല്ല കമ്പനി, നല്ല സർവീസ് കിട്ടുന്നത് ഏതാണോ അത് മാത്രം ചൂസ് ചെയ്ത് വാങ്ങാം. കാരണം ഇതിന്റെ പവർ സപ്ലൈ ബോർഡുകൾ കംപ്ലൈന്റ് പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടുന്ന നല്ല ബ്രാൻഡുകൾ, വാറണ്ടി കൂടുതൽ കിട്ടിയിട്ടും കാര്യമില്ല, സർവീസ് പക്കായിട്ട് ചെയ്യണുണ്ടോ എന്ന് നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ചിട്ട് ഏതാണോ ബ്രാൻഡ് അത് നോക്കിയിട്ട് മാത്രം വാങ്ങാം. അപ്പൊ നമുക്ക് ഇത് എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് ചെയ്യാം, ഓഫ്ലൈനിൽ നിന്ന് ചെയ്യാം. അപ്പൊ നാളെ നമ്മൾ 2 ദിവസം മുന്നേ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് നമ്മൾ BLDC ഫാനിന്റെ വില ചോദിച്ചു. നമ്മൾ ആ കമ്പനീന്റെ വില പറഞ്ഞു കൊടുത്തു. അപ്പൊ ആൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന് ഓൺലൈനിൽ 150 റുപ്യ കുറവാണല്ലോ നിങ്ങൾ എടുത്തതാണ്. അതെങ്ങനെ ചോദിച്ചു. അപ്പൊ ഇത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഓൺലൈനിൽ മാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വില കുറവെന്നുള്ളൊരു ധാരണയൊക്കെ ചില ആളുകൾക്കെങ്കിലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് വെറും തെറ്റായ ഒരു ധാരണയാണ്. ചില സാധനങ്ങൾക്ക് ഓഫ്ലൈനിലേക്കാരം വില കുറവ്, ചിലത് ഓൺലൈനിലേക്കാരം വില കുറവ്. അത് ഓരോ ഷോപ്പ്, ഇപ്പൊ നാട്ടിലെ ഷോപ്പുകളും അങ്ങനെ തന്നെയാണല്ലോ, ഡിപ്പെൻഡ് ചെയ്തിട്ടേക്കാരം. ഒരിടത്ത് ചിലപ്പോൾ ഒരേ സാധനത്തിന് തന്നെ ചിലപ്പോൾ 200 റുപ്യ കുറവുണ്ടാവും, ചിലപ്പോൾ കൂടുതലുണ്ടാവും. അതേ സംഗതി തന്നെയാണ് ഇപ്പോൾ ഈ ഓൺലൈനിലും വരുന്നത്. അപ്പൊ നമ്മൾ ഓൺലൈനിലാണ് വില കുറവ് നേരിട്ട് അതിക്ക് പോയാൽ നമ്മൾ ഈ സാധനം ഏത് ബ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ അടുത്തുള്ള ഷോപ്പിലും അടുത്തുള്ള പരിചയക്കാരോട് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഓൺലൈനത്തിലേറെ വില കുറച്ചിട്ടേക്കാരം ഷോപ്പുകാർ വിൽക്കുന്നത്. അത് ചിലപ്പോൾ അറിയാതെ ഇതിൽ പോയിട്ട് ഫോട്ടോ കണ്ടുകൊണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് കണ്ട് നമ്മൾ സാധനം മേടിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെ പരിചയക്കാരോ ആരുടെന്നെങ്കിലും നിങ്ങൾ വാങ്ങാണെച്ചാൽ നമുക്ക് ഈ വാറണ്ടി പീരീഡ്, അതായത് ഇപ്പോൾ ഈ BLDC ഒക്കെ ആവുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇതിന്റെ വാറണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഓൺലൈനിൽ വാറണ്ടി കിട്ടൂല എന്നല്ല കേട്ടോ ഇതിനർത്ഥം, എല്ലാത്തിലും വാറണ്ടി ഉണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഈ ഷോപ്പുകാരന്റെ ഒരു സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ഇതിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി ബെറ്റർ, ഇനിയിപ്പോൾ ഒരു 100-200 ചില പ്രോഡക്റ്റുമ്പോൾ കൂടുതലുണ്ടാവും ഷോപ്പിൽ, എങ്കിലും നമുക്ക് ഈ ഷോപ്പുകാരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സപ്പോർട്ടും കൂടി നമുക്ക് ഇതിലുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഒരുവിധം നല്ല ബ്രാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. V-Guard ചെയ്യുന്നുണ്ട്, അതേപോലെ ആറ്റംബർഗ് ചെയ്യുന്നുണ്ട്, ബജാജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല സർവീസിലെ ബ്രാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഒന്ന് നോക്കാം. ഇതൊന്ന് കാണിച്ചെടുത്താം. ചെറിയ മോട്ടർ വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ആറ്റംബർഗിലുള്ള റെനീസ പറഞ്ഞൊരു മോഡൽ, അതായത് 360 RPM വരുന്ന 5 സ്റ്റാർ റേറ്റിംഗിന്റെ 35 വാട്ട്സ് എടുക്കുന്ന അടിപൊളി ഒരു
BLDC ഫാനാണ്. ഇതിന്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ലീഫും കാര്യങ്ങളൊക്കെ നല്ല കട്ടിങ് നല്ല അടിപൊളി സാധനമാണ്. ഇതിന്റെ വിവിധ തരം കളറുകളും ഡിസൈനുകളും അവൈലബിൾ ആണ്. അതിനനുസരിച്ച് ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പ്രൈസിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് BLDC ഫാനിൽ തന്നെ V-Guard ബ്രാൻഡിലുള്ള, അതായത് സാധാ മോട്ടറിന്റെ വലുപ്പം തന്നെ ഇത് വരിക, ചെറിയ മോട്ടറല്ല. ചെറിയ മോട്ടർ വരുന്നതിന്റെ വേറെ മോഡലുണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് 35 വാട്ട്സ് വരുന്ന 400 RPM എടുക്കുന്ന അടിപൊളി V-Guardന്റെ BLDC ഫാൻ. ഇതിന്റെ തന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. 3 വർഷത്തെ വാറന്റിയാണ് ഇതിന് കൊടുക്കുന്നത്. ലീഫും കാര്യങ്ങളൊക്കെ നല്ല കട്ടിങ്ങാനുള്ള സാധനമാണ്. ഇത് കാണിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ BLDC ഫാനുകളൊക്കെ വന്നതോടുകൂടി തന്നെ നമ്മളെ സാധാ ഫാനുകളും കുറച്ച് വാട്ട്സൊക്കെ കുറച്ചിട്ട് വരുന്നുണ്ട്. അതിൽ പെട്ടൊരു മോഡലാണിത്. അതായത് ബജാജ് ബ്രാൻഡിൽ വരുന്ന സാധാ നോർമൽ ഫാന്, BLDC അല്ല എങ്കിലും വെറും 52 വാട്ട്സ് മാത്രമാണ് ഇതിന് കറണ്ട് എടുക്കുക. അത് യൂസേജ് കുറവുള്ള റൂമുകളൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചാലും മതി. കാരണം എന്താ വെച്ചാൽ ഇതിന് താരതമ്യേന റേറ്റ് മറ്റേനെ അപേക്ഷിച്ച് നല്ല കുറവുണ്ടാവും. ബ്രാൻഡുകൾ തന്നെ നമുക്ക് ഏകദേശം 1200 to 2000 രൂപയുടെ ഉള്ളിലൊക്കെ ഇതിന് വരുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ ലീഫും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും BLDC ഫാനുകളോ നോർമൽ ഫാനുകളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളി, പ്രൈസ് അന്വേഷിച്ചോളി. നിങ്ങൾക്ക് അഫോർഡബിൾ ആയ പ്രൈസ് ആണെങ്കിൽ മാത്രം നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നിങ്ങളെ പഴയ ഫാൻ എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കുന്നുണ്ട്. കേട് വന്ന ഫാനായാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യണതായാലും കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെതായ പ്രൈസ് തന്നിട്ട് നമുക്ക് നിങ്ങൾ പുതിയത് കൊടുത്ത് ഫിറ്റാക്കി ഇൻസ്റ്റാൾ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി തരും. ഗോഗോ ഹോം സെന്റർ, കുറ്റമണ്ണ, കാളികാവ്.